ഇപ്പോൾ നമ്മൾ 3 മാസം എന്ന് വെച്ചാൽ അവർ പറയുന്ന സമയം, ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് നടക്കും. ചിലർക്കത് അറിയാനും കഴിയും, വൈബ്രേഷൻ വന്നു എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ കുളി കഴിഞ്ഞ ശേഷമായിരിക്കണം ഈ ട്രീറ്റ്മെൻറ്റ്. പിന്നെ കല്ലുപ്പിട്ട് കുളിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഹീലിങ്ങിന് വളരെ ഓറ ക്ലെൻസിങ്ങിന് വളരെ ഈസി ആയിരിക്കും. വിജയലക്ഷ്മി മാഡം, അതായത് ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ് തോട്ട്സ് അത് ഇമോഷൻസായി മാറുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് അസുഖങ്ങളായി വരുന്നത്? നമുക്ക് നെഗറ്റീവ് എമോഷൻസ് വരുമ്പോൾ, അതായത് ദേഷ്യം, സങ്കടം, വിഷമം ഇങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ നമ്മുടെ നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെടും. അതായത് നമുക്ക് ഇവിടെ ഒരു ചക്രയുണ്ട്, അതായത് നമ്മുടെ നെഞ്ചിന് താഴെയും വയറിന് മുകളിലുമായിട്ട് അതിൻ്റെ ചക്രയുണ്ട്. അതിൻ്റെ പേരാണ് സോളാർ പ്ലെക്സസ് ചക്ര. അപ്പോൾ ഈ ചക്രയിലേക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് എനർജി വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴത്തേക്കും നമുക്കത് ഈ ചക്ര കറങ്ങുന്നത് കൊണ്ട് അത് അത് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ കൂടുതലായി നെഗറ്റിവിറ്റി എനർജി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? അത് നമ്മുടെ അവയവങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ എനർജി സെൻറ്ററിലേക്ക് പോകും. അപ്പോൾ എനർജി സെൻറ്റർ, അതായത് ഈ എനർജി സെൻറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് അസുഖങ്ങളായിട്ട് വരും. അതായത് ലിവർ, പാൻക്രിയാസ്, സ്റ്റൊമക്ക്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത് സംബന്ധമായ അസുഖങ്ങളുണ്ടാവും. അതായത് ഡയബറ്റിക്, അൾസർ, ലിവർ സിറോസിസ് എന്നിങ്ങനെയുള്ള അസുഖം. പിന്നെ അത് വന്ന് മുകളിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ ഹാർട്ട് ചക്രയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഫിസിക്കൽ ഹാർട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുണ്ടാകും. കൂടാതെ പിന്നെ തൊട്ടടുത്ത് ലങ്സാണ്. അപ്പോൾ ആ എനർജി ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആസ്മ മാതിരിയുള്ള അസുഖങ്ങളുണ്ടാകും. പിന്നെ ആ നെഗറ്റീവ് എനർജി നമ്മുടെ കിഡ്നിയിലേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ എനർജി ജോയിൻസിലേക്കാണ് പോകുന്നതെന്ന് വെച്ചോളൂ, അപ്പോഴത്തേക്ക് ആർത്രറ്റിക് മാതിരിയുള്ള അസുഖങ്ങളുണ്ടാവും. അപ്പോൾ ഈ പെൻഡപ്പ് എനർജി എവിടെയാണോ പോകുന്നത് നമുക്ക് അത് സംബന്ധിച്ചുള്ള അസുഖങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ വന്ന്, അതായത് ഈ എനർജികളെല്ലാം ഏത് അവയവങ്ങളിലേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ അവയവങ്ങളിലേക്ക് നമ്മൾ ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്ന, അപ്പോൾ ഈ ഇതേപടി പോകുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു നെഗറ്റീവ് എമോഷനുള്ള ആൾക്കാരാണ്, അങ്ങനെയുള്ളവർക്കാണെന്നെങ്കിൽ അവർക്ക് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും. അതായത് തോട്ട്സ് കൂടുതൽ, നെഗറ്റീവ് തോട്ട്സ് അവർക്കാണ് ഇത് ബാധിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ മെഡിക്കൽ സയൻസിൽ ഇതിനെ സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് സൈക്കോ ആയിട്ട് തുടങ്ങിയിട്ട് ശാരീരിക അസുഖങ്ങളായിട്ട് മാറും. ഇത് ലൈഫ് ലോങ് ഡിസീസ് എന്ന് പറയും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം ഈ അസുഖങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ അതായത് പിന്നെ ഈ സാധാരണയായിട്ട് നമുക്ക് ഈ അസുഖങ്ങൾ കൂടുതലുണ്ടാകുന്നത് ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് കൊണ്ടാണ് നമുക്ക് 80% അസുഖങ്ങളും ഈ ശരീരത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കാർമിക് ഫാക്ടേഴ്സിനെ കുറിച്ചും. അപ്പോൾ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കേൾക്കാം, ഫോൺ ചെയ്ത് കാർമിക് ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ. അപ്പോൾ കാർമിക് ഫാക്ടേഴ്സ് നമുക്ക് പ്രാണിക് ഹീലിംഗിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കില്ലേ? മാറ്റിയിടാം. പക്ഷെ നമ്മൾ പറയുന്ന സമയം വരെ അവരെ ട്രീറ്റ്മെൻറ്റ്, അപ്പം നമ്മുടെ ഓറ് ശുദ്ധീകരിച്ച് കഴിഞ്ഞ് നമുക്ക് അറിയത്തില്ല. അപ്പം ഒരുപാട് ഈ നെഗറ്റീവ് തോട്ട്സ് കാരണം നമുക്ക് നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് നോളജ് കുറവ്. അപ്പം നമുക്ക് അറിവാണ് വേണ്ടത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓറ് ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, നമുക്ക് അസുഖമാണെങ്കിൽ അസുഖം, എന്ത് പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഹീലറായിരിക്കണം. അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ചക്രാസ് ക്ലെൻസിങ് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വരുന്ന എല്ലാ അസുഖങ്ങളെയും മാറ്റി നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റും. അപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് ഒരു വ്യക്തി ഇതുപോലൊരു പ്രശ്നവുമായിട്ട്, അതായത് ലൈഫ് ലോങ് ഉള്ള ഒരു ഡിസീസുമായിട്ട് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് മാഡം ഒരു ഹീലിംഗ് നടത്തുവാണ്. അപ്പോൾ അതെങ്ങനെയാണ്, എത്ര നാളത് നടത്തേണ്ടി വരും? അത് നമ്മൾക്ക് ചെറിയ അസുഖങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് 1-2 സിറ്റിങ്ങിൽ മാറ്റാം. പിന്നെ അവർക്ക് വളരെ പഴക്കമുള്ള രോഗങ്ങളാണ് എന്ന് വെച്ചാൽ
ഇപ്പോൾ ക്യാൻസർ അങ്ങനെ വളരെ ഇത്തിരി ക്രിട്ടിക്കൽ, അത് സമയമെടുക്കും. പിന്നെ നമുക്ക് വളരെ, അതായത് മെൻ്റലി ഡിസോർഡർ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ആൽക്കഹോളിസം, ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഇപ്പം എൻ്റെ അടുത്ത് എല്ലാ കേസുകളും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്താൽ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അതെ. അതുപോലെ അപ്പം ഒരു സാധാരണക്കാരൻ്റെ സംശയമായിരിക്കും, അതായത് പ്രാണിക് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ മെഡിസിൻസ് ഒന്നും കഴിക്കരുത് എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഇല്ല, അതിനോടൊപ്പം തന്നെ അപ്പം നമുക്ക് ആയുർവേദമോ അലോപ്പതിയോ ഹോമിയോ ഏത് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെയും നമ്മൾ ഇത് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട്, പക്ഷേ ഇതിൽ വന്ന് നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അതായത് ഒരു ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ക്യാൻസർ ഉള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നതോടൊപ്പം ഇത് ചെയ്ത് അവർക്ക് ഹീലിംഗ് നടത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇഫക്റ്റീവ്ലി വർക്ക്ഔട്ട് ആവും. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ഇപ്പം മാഡം ഒരു സെലിബ്രിറ്റികളെയൊക്കെ ഹീൽ ചെയ്യുന്ന ഒരാളാണല്ലോ, അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ മാഡം ഒത്തിരി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ? അതെ, അറ്റൻഡ് ചെയ്തതെല്ലാം വളരെ വിജയകരമാണ്. പിന്നെ ചില കേസുകൾ അവർ ഫോളോ ചെയ്യാൻ പറ്റാതിരുന്നാൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇത്രയും വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ലതായിട്ട് പോകുന്നു. അവരും കൂടെ നമ്മളെ കൂടെ സഹകരിക്കണം, അത്രയേ ഉള്ളൂ. അതുപോലെ ഒരു മാനസിക പ്രശ്നം, ഇപ്പം മൊത്തത്തിൽ എല്ലാവർക്കും എപ്പം നോക്കിയാലും ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതങ്ങനെ കുറെ നാളുകളായി ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പ്രാണിക് ഹീലിംഗിലൂടെ ഒരു ഹീലിംഗ് നടക്കുന്നത്? അവരുടെ ഓറ ആൻഡ് ചക്രാസിന്റെ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് മാറും. പിന്നെ അവർക്കൊരു പ്രോബ്ലമില്ല. അവർക്ക് ഫൈനാൻഷ്യൽ വൈസായിട്ട് റിലേഷൻഷിപ്പ്, ഇപ്പോൾ നമ്മൾ ഒരു ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും. എന്തൊക്കെയാണ്, നിങ്ങൾ വോയിസ് മെസ്സേജ് ഇടുമെന്ന് പറയും. അപ്പം അതിന് അനുസരിച്ച് ഇപ്പോൾ ഒരാൾക്ക് റിലേഷൻഷിപ്പ് കാണാം, അസുഖങ്ങൾ, അതോടൊപ്പം എല്ലാ കാര്യങ്ങളും അതോടൊപ്പം. പക്ഷേ ചിലപ്പോൾ 6 മാസം എടുക്കാം, ചിലപ്പം 1 വർഷം എടുക്കാം, അങ്ങനെയാണ്. പക്ഷെ അവർ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഓരോരോ കാര്യങ്ങൾ അവർ പറഞ്ഞ് എന്തുണ്ടെങ്കിലും അവർക്ക് അത് വർക്കൗട്ടാക്കി കൊടുക്കും. ചിലത് വർക്കൗട്ട് ആകുന്നില്ല എന്ന് വെച്ചാൽ അതിന് നമ്മൾ ഈശ്വരനൊന്നും അല്ല. അപ്പം നമ്മളൊരു ദൈവത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. അപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ശരിയാവും. അവരുടെ കാർമിക മുൻജന്മത്തിൽ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇതോടൊപ്പം തന്നെ ഒരു കാർമിക് ഹീലിംഗും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്നു. അവരുടെ കാർമിക കുറേ റിമൂവ് എന്ന് വെച്ചാൽ എന്നോട് എക്സ്പീരിയൻസ് ആണ്. ചെയ്തു കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അവർ ഫോളോ, പിന്നെ അവർക്ക് അതിൻ്റെതായ മെഡിറ്റേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം അവരും അതെപ്പടി ഫോളോ ചെയ്യും. ഇരുഹൃദയ ധ്യാനമാണ് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഹാർട്ട് ആക്ടിവേറ്റും ക്രൗൺ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ചക്ര ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹീലിങ്ങിന് എളുപ്പമായിരിക്കും. ഹീലേഴ്സിന് വന്ന് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻ അവർ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവരിത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് ഹീലിംഗ് കൊടുക്കാൻ പറ്റും. യോഗ അതുപോലെ എന്തെങ്കിലും പ്രാക്ടീസ് പറയാറുണ്ട്? യോഗയുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യണം. അവർക്ക് ഏത് അസുഖമാണ് അവരുടെ അടുത്ത് നിറച്ച് വെള്ളം കുടിക്കുക, ഒരു 3 ലിറ്റർ വെള്ളം, വളരെ ക്ഷീണമാണ്. അപ്പോൾ അതിൻ്റെ ഗൈഡൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന കേസുകളിലെല്ലാം അപ്പോൾ ആര് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കാം. അപ്പോൾ അവർക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന കേസിൽ തന്നെ അതായത് കണ്ണിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു 3-4 മാസം അപ്പോൾ അവർക്ക് അപ്പോൾ ജോലിയിൽ വളരെ ശമ്പളം കുറവാണ്. അപ്പോൾ അത് വന്ന് പറഞ്ഞു ഇതെവിടെ, പക്ഷേ ഇത്തിരി ഡിഫിക്കൽട്ട്, ഓരോരുത്തരുടെ കാർമിക്കുന്ന, പക്ഷെ അതിൻ്റെ വേ എല്ലാം ഗൈഡ് ചെയ്യുന്ന ഞാനാണ്. അപ്പോൾ അതിൻ്റെ ഫോളോ ചെയ്തപ്പോഴത്തേക്ക് നല്ല കമ്പനിയിൽ ജോലി കിട്ടി. അവർ പറഞ്ഞ ശമ്പളം അതും റെഡിയാക്കി. പക്ഷേ എൻ്റെ ഇതല്ല, പക്ഷെ അവരത്രയും ഫെയ്ത്ത് ഉള്ളവരാണ്, ഒരിക്കലും വേറെ ഒരു വിധത്തിൽ. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ ഈസി, അവർ എൻ്റെ അടുത്ത് പറയുമ്പോഴേ കാര്യങ്ങൾ ചിലർക്കത് നടക്കാറുണ്ട്. അങ്ങനെയുള്ള കേസുകളുമുണ്ട്. പക്ഷെ ഞാനൊന്നും അറിയില്ല, ഞാൻ പ്രപഞ്ചശക്തിയോട് അങ്ങ് സമർപ്പിക്കും, പരമാത്മാവിനോട് ഇത് പറയാറുണ്ട്. അപ്പം കാര്യങ്ങൾ അത് മിറാക്കിൾസാണ്, അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ട്രീറ്റ്മെൻറ്റിന് സമയമെടുക്കും. ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മണിക്കൂറാണ്.
ഒരു കസ്റ്റമർക്ക് വേണ്ടി ഒരു ഹീലർ session എന്ന് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 hours ആണ് ഡെയിലി കൊടുക്കും. ഇപ്പം നമ്മൾ 3 മാസം എന്ന് വെച്ചാൽ അവർ പറയുന്ന സമയം ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് നടക്കും. ചിലർക്കത് അറിയാനും കഴിയും, വൈബ്രേഷൻ വന്നു എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ കുളി കഴിഞ്ഞ ശേഷമായിരിക്കണം ഈ ട്രീറ്റ്മെൻറ്റ്. പിന്നെ കല്ലുപ്പിട്ട് കുളിക്കാൻ പറയും, നെഗറ്റിവിറ്റി അല്ലെങ്കിൽ കടലിൽ പോയി കുളിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഹീലിങ്ങിന് വളരെ ഓറ ക്ലെൻസിങ്ങിന് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരെ ഒരുപാട് കേസുകൾ എത്ര വർഷമായി കേസുകളെല്ലാം വിജയിച്ചിട്ടുണ്ട്. എക്സാം നല്ല പാസ്സാകണം, പിന്നെ എഞ്ചിനീയറിങ് സ്റ്റുഡൻസ്, ഡോക്ടേഴ്സ്, പിന്നെ മെഡിക്കൽ ഇത് കിട്ടാനുള്ള സ്റ്റുഡൻസ്, എല്ലാ കേസും. പിന്നെ മെൻ്റൽ, അതായത് ഇത്രയും വർഷം കൊണ്ട് ഹോസ്പിറ്റലിൽ മെൻ്റൽ ഡിസോർഡറായിട്ട് കിടന്ന് അത് 2 ആഴ്ച, പക്ഷെ അത് ഡബിൾ സിറ്റിംഗ് ആണ് കൊടുത്തത്. 2 ആഴ്ച പ്രതികരിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുട്ടി പിയാനോ വായിക്കുന്നുണ്ട്, പിന്നെ ഗിറ്റാർ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് എൻ്റെ പേരൻസ് പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഒരു പൊളിറ്റിക്സ് അങ്ങനെയുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ്, പക്ഷേ ഈ വ്യക്തിയാണ് അവർക്ക് വേണ്ടി പണം ചിലവാക്കിയത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അവർ അവിടുത്തെ പ്രസിഡൻറ്റുമായി അങ്ങനെയുള്ള കേസും ചെയ്തിട്ടാണ്. പിന്നെ വേറൊരു വ്യക്തിക്കാണെങ്കിൽ ഒരു പിന്നെ 6 കോടി രൂപ ഈ കമ്പനി, അത് ഒരു ഈ അതായത് എന്താ കമ്പനി, തുണിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, ഒരു വിദേശത്താണ്. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതും അവർ 6 കോടി രൂപയും, പക്ഷെ അതിന് വന്ന് കിട്ടാത്ത കാശ് ഈ കമ്പനിക്ക് ഉടനെ കിട്ടി. എന്ന് വെച്ചാൽ അവർ പക്ഷെ അതിൽ വന്ന് നമ്മൾ ദാനകർമ്മങ്ങൾ മസ്റ്റാണ്. അതായത് ബ്ലോക്കുകൾ മാറിക്കിട്ടി നമ്മൾ ദാനകർമ്മങ്ങൾ പിന്നെ അങ്ങനെയെല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ഈ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ കാർമിക്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് എല്ലാം വന്നു ചേരും, നാച്ചുറലി നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. അപ്പം നന്ദി മാഡം.